രാഷ്ട്രീയത്തിൽ നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങവേ ഐക്യ ജനാധിപത്യ മുന്നണിയിൽ സീറ്റ് വിഭജനത്തെ ചൊല്ലിയുള്ള ചർച്ചകൾ സങ്കീർണമായ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഔദ്യോഗികമായ ചർച്ചകൾക്ക് മുന്നണി സംവിധാനത്തിൽ തുടക്കം കുറിച്ചിട്ടില്ലെങ്കിലും അണിയറയിൽ അനൗപചാരിക ചർച്ചകൾ സജീവമായി കഴിഞ്ഞു. കോൺഗ്രസും ഘടകകക്ഷികളും തമ്മിലുള്ള സീറ്റ് വിഭജനത്തിൽ ഇത്തവണ ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറുന്നത് കേരള കോൺഗ്രസ് ഗ്രൂപ്പുകളുടെ സാന്നിധ്യവും അവരുടെ അവകാശവാദങ്ങളുമാണ്. പ്രത്യേകിച്ച് PJ ജോസഫ് നയിക്കുന്ന കേരള കോൺഗ്രസ് വിഭാഗവും ഇടതുമുന്നണിയിൽ നിന്ന് UDF-ലേക്ക് മടങ്ങാൻ സാധ്യതയുണ്ടെന്ന് കരുതപ്പെടുന്ന ജോസ് കെ മാണി വിഭാഗവും തമ്മിലുള്ള തർക്കങ്ങൾ മുന്നണിയെ പ്രതിസന്ധിയിലാക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 10 സീറ്റുകളും ഇത്തവണയും വേണമെന്ന കർക്കശമായ നിലപാടിലാണ് ജോസഫ് വിഭാഗം. എന്നാൽ കഴിഞ്ഞ തവണ മത്സരിച്ചതിൽ തൊടുപുഴ, കടുത്തുരുത്തി എന്നീ 2 മണ്ഡലങ്ങളിൽ മാത്രമാണ് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞത് എന്ന യാഥാർത്ഥ്യം കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നു. ഈ കുറഞ്ഞ വിജയ ശതമാനം കണക്കിലെടുത്ത് 8 സീറ്റിൽ കൂടുതൽ ജോസഫ് ഗ്രൂപ്പിന് നൽകാനാവില്ലെന്ന കടുത്ത നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം. കോൺഗ്രസിന്റെ ഈ നിലപാട് ഔദ്യോഗികമായി PJ ജോസഫിനെ അറിയിച്ചിട്ടില്ലെങ്കിലും പാർട്ടിയിലെ മധ്യനിര നേതാക്കൾ വഴി ഈ സന്ദേശം കേരള കോൺഗ്രസ് നേതൃത്വത്തിന് കൈമാറി കഴിഞ്ഞു. കോട്ടയം പാർലമെന്റ് സീറ്റ് ജോസഫ് ഗ്രൂപ്പിന് നൽകിയ പശ്ചാത്തലത്തിൽ നിയമസഭയിലേക്ക് ജില്ലയിൽ അവർ മത്സരിച്ച ചില സീറ്റുകൾ കോൺഗ്രസിന് വിട്ടു നൽകണമെന്ന ധാരണ നേരത്തെ തന്നെ ഉണ്ടായിരുന്നുവെന്നാണ് കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുന്നത്. പ്രധാനമായും ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി സീറ്റുകൾ തിരികെ പിടിക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. മുമ്പ് കോൺഗ്രസിന്റെ ഉറച്ച കോട്ടകളായിരുന്ന ഈ മണ്ഡലങ്ങൾ ജോസഫ് ഗ്രൂപ്പിന് നൽകിയതിലൂടെ നഷ്ടമായെന്നാണ് പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരുടെ പരാതി. എന്നാൽ സീറ്റുകൾ വിട്ടുകൊടുക്കുന്നത് തങ്ങളുടെ രാഷ്ട്രീയ പ്രസക്തി ഇല്ലാതാക്കുമെന്ന് ജോസഫ് വിഭാഗം ഭയപ്പെടുന്നു. ഇതിനിടയിലാണ് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് M വിഭാഗത്തിന്റെ UDF-ൽ എത്തിക്കാനുള്ള നീക്കങ്ങൾ അണിയറയിൽ ഊർജിതമായി നടക്കുന്നത്. ജോസ് കെ മാണിയുടെ മടങ്ങിവരവ് സീറ്റ് വിഭജന ചർച്ചകളെ ആകെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളതാണ്. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം UDF-ന്റെ ഭാഗമാണെന്ന കാര്യത്തിൽ കേരളത്തിലെ കത്തോലിക്ക സഭാ നേതൃത്വത്തിന് വലിയ താല്പര്യമുണ്ട്. കേരള കോൺഗ്രസിന്റെ പ്രധാന വോട്ട് ബാങ്കായ സഭാ വിശ്വാസികൾക്കിടയിൽ UDF അനുകൂല തരംഗം സൃഷ്ടിക്കാൻ ജോസ് കെ മാണിയുടെ സാന്നിധ്യം സഹായിക്കുമെന്ന് സഭാ നേതൃത്വം വിശ്വസിക്കുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി നേരിട്ട കനത്ത പരാജയം മാണി ഗ്രൂപ്പിനെ പുനർവിചിന്തനത്തിന് പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇടതുമുന്നണിയിൽ തുടരുന്നത് തങ്ങളുടെ പരമ്പരാഗത വോട്ടുകൾ നഷ്ടപ്പെടുത്തുമെന്ന ആശങ്ക ജോസ് കെ മാണി വിഭാഗം നേതാക്കൾക്കിടയിലുണ്ട്. മുൻപ് മാണി ഗ്രൂപ്പും ജോസഫ് ഗ്രൂപ്പും ഒരുമിച്ച് നിന്നപ്പോൾ UDF-ൽ 15 സീറ്റുകളാണ് മത്സരിച്ചിരുന്നത്. ഇത്തവണ ജോസ് കെ മാണി മടങ്ങിയെത്തിയാൽ അന്ന് മത്സരിച്ച എല്ലാ സീറ്റുകളും നൽകാമെന്ന വാഗ്ദാനം കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നു. എന്നാൽ നിലവിൽ ഇടതുമുന്നണിയിൽ 12 സീറ്റുകളിൽ മത്സരിക്കുന്ന ജോസ് വിഭാഗം UDF-ലെത്തിയാലും അത്രയും സീറ്റുകൾ തന്നെ ആവശ്യപ്പെടുമെന്നത് ഉറപ്പാണ്. ജോസ് കെ മാണിയും PJ ജോസഫും ഒരുപോലെ സീറ്റുകളിൽ ഉറച്ചു നിന്നാൽ ഇരു വിഭാഗത്തിനുമായി ഏകദേശം 22 സീറ്റുകൾ നൽകേണ്ടി വരും. ഇത് കോൺഗ്രസിന് അംഗീകരിക്കാനാവില്ല. കോൺഗ്രസ് കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കണമെന്ന വികാരം പാർട്ടിയിൽ ശക്തമാണ്. ഈ പ്രതിസന്ധി മറികടക്കാൻ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ഫോർമുല നിലവിൽ ഇരു വിഭാഗവും വിജയിച്ച സിറ്റിംഗ് സീറ്റുകളിൽ അവരവർ തന്നെ മത്സരിക്കട്ടെ എന്നതും ബാക്കിയുള്ള സീറ്റുകളിൽ വിട്ടുവീഴ്ച ചെയ്യണം എന്നതുമാണ്. പാലാ സീറ്റാണ് ഇതിൽ ഏറ്റവും വലിയ തർക്ക വിഷയം. ജോസ് കെ മാണി UDF സ്ഥാനാർത്ഥിയായി പാലായിൽ മത്സരിക്കുകയാണെങ്കിൽ നിലവിലെ MLA മാണി C കാപ്പന്റെ നിലപാട് നിർണായകമായിരിക്കും. കാപ്പനെ പിണക്കാതിരിക്കാൻ അദ്ദേഹത്തിന് മലബാറിലെയോ മറ്റോ സുരക്ഷിതമായ ഒരു സീറ്റ് നൽകി അനുനയിപ്പിക്കാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. സന്ദീപ് വാര്യരെ പോലുള്ള നേതാക്കളുടെ കോൺഗ്രസ് പ്രവേശനം ഉണ്ടാക്കിയ ഓളം പാലാ പോലുള്ള മണ്ഡലങ്ങളിലും ഗുണം ചെയ്യുമെന്നാണ് UDF കണക്കുകൂട്ടൽ. സീറ്റ് വിഭജനത്തിൽ വലിയ വിട്ടുവീഴ്ചകൾക്ക് കോൺഗ്രസ് തയ്യാറാകില്ലെന്ന് സൂചന നൽകുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകൾ സ്വന്തം അക്കൗണ്ടിലാക്കി ഭരണത്തിലെത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ്. ഘടകകക്ഷികൾ അമിതമായി സീറ്റുകൾ ആവശ്യപ്പെടുന്നത് കോൺഗ്രസ് വോട്ടുകൾ നഷ്ടപ്പെടുത്താൻ മാത്രമേ സഹായിക്കൂ എന്ന് ഒരു വിഭാഗം നേതാക്കൾ വാദിക്കുന്നു. അതേസമയം സഭാ നേതൃത്വത്തിന്റെ ഇടപെടൽ മധ്യ കേരളത്തിലെ സീറ്റുകളിൽ നിർണായക മാറ്റങ്ങൾ വരുത്തിയേക്കാം. അന്തിമ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എല്ലാ ഘടകകക്ഷികളുമായും വിശദമായ ഉഭയകക്ഷി ചർച്ചകൾ നടത്താനാണ് UDF-ന്റെ തീരുമാനം. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാന രാഷ്ട്രീയത്തിലുണ്ടായ മാറ്റങ്ങളും സീറ്റ് വിഭജന ചർച്ചകളിൽ പ്രതിഫലിക്കും. ജോസ് കെ മാണി വിഭാഗത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്നതോടെ UDF-ലെ സീറ്റ് വിഭജന ചർച്ചകൾ കൂടുതൽ ചൂടുപിടിക്കും. വരും ദിവസങ്ങളിൽ മുന്നണികൾക്കുള്ളിലെ വടംവലി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒന്നായി മാറുക തന്നെ ചെയ്യും.